ഹരേ കൃഷ്ണ. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുരുകൃപ ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. പലപ്പോഴും നമ്മൾ വിഷമിക്കുമ്പോൾ വിചാരിക്കാറില്ലേ, എന്താണ് ഭഗവാനെ എനിക്ക് മാത്രം ഇത്രയും കഷ്ടപ്പാട്? കൂടെയുള്ളവരൊക്കെ രക്ഷപ്പെട്ടു, ഞാൻ മാത്രം എന്താ ഇങ്ങനെ തോറ്റുപോകുന്നത് എന്ന്. പക്ഷേ ജ്യോതിഷപ്രകാരം ഭാഗ്യം എന്ന് പറയുന്നത് വെറുതെ ഒരു ദിവസം ആകാശത്തുനിന്ന് പൊട്ടി വീഴുന്ന ഒന്നല്ല. അത് പ്രപഞ്ചനാഥൻ്റെ അനുഗ്രഹവും ഗ്രഹങ്ങളുടെ മാറ്റവും നിങ്ങളുടെ കണ്ണീരും പ്രാർത്ഥനയും എല്ലാം കൂടി ഒരേ നേർരേഖയിൽ ഒത്തുചേരുന്ന ആ നല്ല സമയമാണ്. ആ ഒരു നല്ല സമയം ഇപ്പോൾ വന്നെത്തിക്കഴിഞ്ഞു. ഇന്ന് ജൂൺ 6 ശനിയാഴ്ചയാണ്. ഇന്നത്തെ ഈ ദിവസം മുതൽ പ്രപഞ്ചത്തിൽ വലിയൊരു ഗ്രഹമാറ്റമാണ് നടക്കാൻ പോകുന്നത്. ശനിദേവൻ്റെ അനുഗ്രഹം കൊണ്ട് ഇന്ന് മുതൽ വരുന്ന 30 വർഷക്കാലത്തേക്ക് നിങ്ങളുടെ ജീവിതത്തിലെ സകല കഷ്ടപ്പാടുകളും മാറി വലിയ സൗഭാഗ്യത്തിലേക്ക് വരാൻ പോകുന്ന ആ 7 നക്ഷത്രക്കാരെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. നിങ്ങളിൽ പലരും അനുഭവിച്ച സങ്കടങ്ങൾ ഇന്ന് മുതൽ അവസാനിക്കാൻ പോകുകയാണ്. നിങ്ങളുടെ വീട്ടിൽ ഈ നക്ഷത്രജാതകർ ഉണ്ട് എങ്കിൽ തീർച്ചയായും ഇനി ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സർവൈശ്വര്യത്തിൻ്റെയും സമയമാണ്. ഇവരുടെ സകലമാന കഷ്ടപ്പാടുകളും മാറി ഇവർക്ക് എല്ലാത്തിലും വിജയിക്കാൻ സാധിക്കും. എത്ര വലിയ ദുരിതങ്ങളുണ്ടെങ്കിലും ആ ദുഃഖങ്ങളൊക്കെയും മാറും. ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ജ്യോതിഷപ്രകാരം ഏറ്റവും അനുകൂലമായ ഒരു ഗോചരഫലമാണ് ഈ നക്ഷത്രജാതകർക്ക് ഉള്ളത്. ഇവരെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമേറിയ കാര്യം ഇവരുടെ സാമ്പത്തിക നില വർദ്ധിക്കുന്നു എന്നത് തന്നെയാണ്. സകലമാന ദുരിതങ്ങൾ മാറി ഈ നക്ഷത്രജാതകർക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു കാലമായിരിക്കും. ഞാൻ നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഇപ്പോൾ തന്നെ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയിടൂ. ഭഗവാന്റെ പാദങ്ങളിൽ നിങ്ങളുടെ പേര് ചൊല്ലി പ്രാർത്ഥിക്കാം. സകല ഐശ്വര്യങ്ങളും നിങ്ങളുടെ കുടുംബത്തിലേക്ക് വരും, തീർച്ച. ഈ കൂട്ടത്തിൽ ഭാഗ്യത്തിന്മേൽ ഭാഗ്യം വരാൻ പോകുന്ന 1ാമത്തെ നക്ഷത്രം ഉത്രമാണ്. കഴിഞ്ഞ കുറേ കാലമായി കടം കാരണവും ഇനി എന്തു ചെയ്യും എന്നറിയാതെയും വിഷമിച്ചവരാണ് നിങ്ങളിൽ പലരും. നിങ്ങളുടെ സകല ദുരിതങ്ങളും മാറി ഇനി രക്ഷപ്പെടലിൻ്റെ സമയമാണ്. വരുന്ന 32 വർഷക്കാലം നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും. സ്വന്തമായി ഒരു വീട്, വണ്ടി അല്ലെങ്കിൽ നല്ലൊരു ജോലി, ഇതൊക്കെ ആഗ്രഹിച്ചവർക്ക് അത് സാധിച്ചു കിട്ടുന്ന സമയമാണ്. നിങ്ങളുടെ മേൽ തിരുപ്പതി വെങ്കടാചലപതിയുടെ വലിയൊരു അനുഗ്രഹമുണ്ട്. മനസ്സുരുകി പ്രാർത്ഥിക്കുക. സാധിക്കുമെങ്കിൽ തിരുപ്പതിയിൽ പോയി ഭഗവാനെ നേരിട്ടൊന്ന് കണ്ടു തൊഴൂ. തടസ്സങ്ങളെല്ലാം മാറി നിങ്ങൾ രക്ഷപ്പെടും, ഉറപ്പാണ്. അടുത്തത് മകീരം നക്ഷത്രമാണ്. കഴിഞ്ഞ കുറേ നാളുകളായി സ്വന്തം കുടുംബത്തിൽ പോലും ഒരു സമാധാനവുമില്ലാതെ കൂടെയുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾ കേട്ട് നെഞ്ചുപൊട്ടി കരഞ്ഞവരാണ് മകീരം നക്ഷത്രക്കാർ. ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി വളരെയേറെ സങ്കടങ്ങൾ തന്നെയായിരുന്നു, ദുഃഖങ്ങളായിരുന്നു. കുടുംബത്തിലാണെങ്കിൽ ഒരു സമാധാനമില്ലായ്മ. എന്നാൽ അതൊക്കെ മാറാൻ പോവുകയാണ്. സന്തോഷമുണ്ടാകും. ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും മാറി ഇവർക്ക് ഒരുപാട് നേട്ടവും സമാധാനവും സന്തോഷവുമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. ശുഭകാര്യങ്ങളൊക്കെ നിങ്ങളുടെ വീടുകളിൽ സംഭവിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിലേക്ക് സന്തോഷം തിരിച്ചു വരികയാണ്.
കല്യാണപ്രായം എത്തി നിൽക്കുന്ന മക്കളുടെ കല്യാണം പെട്ടെന്ന് തന്നെ നടക്കും. റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ ഭൂമി ഇടപാടുകൾ ചെയ്യുന്ന മകീരംകാർക്ക് ഇനി നല്ല സമയമാണ്. വർഷങ്ങളായി കിടന്നിരുന്ന പഴയ വസ്തുതർക്കങ്ങൾ ദാ ഇപ്പോൾ പരിഹരിക്കപ്പെടും. അത് നിങ്ങളുടെ മനസ്സിന് വലിയൊരു ആശ്വാസം തരും. ചതയം നക്ഷത്രം. കഠിനമായ കഷ്ടപ്പാടുകളിലൂടെ കടന്നുപോയി ഇവനൊന്നും ഒന്നുമാവാൻ പോകുന്നില്ല എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിച്ചവരാണ് ചതയം നക്ഷത്രക്കാർ. എന്നാൽ ഇനി നിങ്ങൾ അവരുടെ മുൻപിൽ തലയുയർത്തി നിൽക്കും. ജോലിസ്ഥലത്ത് നിങ്ങൾ അനുഭവിച്ച വിഷമങ്ങൾ മാറും. വലിയ ഉദ്യോഗ കയറ്റവും പ്രൊമോഷൻ, വിജയവും നിങ്ങളെ തേടി വരും. ജോലിയിൽ നല്ലപോലെ ശ്രദ്ധിച്ചാൽ വലിയ ഉയർച്ചയുണ്ടാകും. ഭാഗ്യം നിങ്ങളെ തേടി വരും. ചിലപ്പോൾ ഒരു ലോട്ടറി ഭാഗ്യത്തിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി പണം വന്നു ചേരുന്ന രീതിയിലോ ആകാം. കഷ്ടപ്പാടൊക്കെ മാറി നിങ്ങൾ വലിയ നിലയിലെത്തും. കാർത്തിക നക്ഷത്രം. കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇത് വലിയൊരു ആശ്വാസത്തിൻ്റെ കാലമാണ്. മനസ്സിൽ പേറി നടന്ന വലിയൊരു പേടി പ്രപഞ്ചനാഥൻ മാറ്റിത്തരും. ഏറ്റവും അനുകൂലമായ സമയമാണ്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറാൻ പോവുകയാണ്. ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കാർത്തിക നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും. നിങ്ങളുടെ മക്കളുടെ പഠനകാര്യത്തിൽ ചെറിയൊരു ശ്രദ്ധക്കുറവ് കാണുന്നുണ്ട്. അവരെ ചീത്ത പറയാതെ സ്നേഹത്തോടെ കൂടെയിരുത്തി പഠിപ്പിക്കാൻ നോക്കുക. അവരും നന്നായി പ്രയത്നിച്ചാൽ വലിയ വിജയം നേടും. ഭാഗ്യമുള്ള സമയമാണെങ്കിലും വാഹനം ഓടിക്കുമ്പോൾ നല്ല ശ്രദ്ധ വേണം. വരുന്ന 2 ആഴ്ചത്തേക്ക് ദൂരയാത്രകൾ പരമാവധി ഒഴിവാക്കുകയോ മാറ്റിവെക്കുകയോ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പൂരാടം നക്ഷത്രം. ചെയ്യുന്ന കാര്യങ്ങളൊന്നും ശരിയാവാതെ വിഷമിച്ചിരുന്ന പൂരാടം നക്ഷത്രക്കാരാണോ നിങ്ങൾ? എങ്കിൽ ദാ കേട്ടോളൂ, നിങ്ങളുടെ നല്ല കാലം തുടങ്ങിക്കഴിഞ്ഞു. നിങ്ങളുടെ അമ്മയുടെയും അച്ഛൻ്റെയും പ്രാർത്ഥനയും അനുഗ്രഹവും കാരണം ദീർഘകാലമായി മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ പെട്ടെന്ന് നടക്കും. നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് ജീവിതത്തിൽ നടന്നു കിട്ടും. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് ഇത് വലിയ ലാഭത്തിൻ്റെ സമയമാണ്. വിചാരിക്കാത്ത അത്രയും വലിയ വളർച്ചയും പുതിയ ഓർഡറുകളും നിങ്ങളെ തേടിയെത്തും. അശ്വതി നക്ഷത്രം. കഴിഞ്ഞ കുറേ നാളുകളായി ജോലിയിലും ബിസിനസ്സിലും വൻ നഷ്ടങ്ങൾ വന്ന് സാമ്പത്തികമായി തകർന്നു പോയവരാണ് അശ്വതി നക്ഷത്രക്കാർ. പല രാത്രികളിലും വിഷമിച്ച് കരഞ്ഞിട്ടുള്ള അശ്വതികാർക്ക് ഇനി നല്ല ദിവസങ്ങളാണ്. ബിസിനസ്സിൽ പുതിയ ആളുകളുമായി പങ്കാളിത്തവും വൻ കരാറുകളും ഒപ്പുവയ്ക്കാൻ സാധിക്കും. ബാങ്കിംഗ് അല്ലെങ്കിൽ ഫിനാൻസ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് കഠിനാധ്വാനത്തിന് അർഹമായ പ്രതിഫലവും വലിയ അംഗീകാരവും ലഭിക്കും. നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ മാറി നല്ല ആത്മവിശ്വാസം വരാൻ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പോയി ഒരു നെയ്വിളക്ക് കത്തിച്ച് മനമുരുകി പ്രാർത്ഥിക്കൂ. സ്വാമി നിങ്ങളുടെ കൈവിടില്ല. രേവതി നക്ഷത്രം. നമ്മുടെ പട്ടികയിലെ അവസാന നക്ഷത്രമായ രേവതി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം ബുദ്ധിമുട്ടി നിന്നവരാണെങ്കിൽ ഇനി ആശ്വസിക്കാം. നിങ്ങളുടെ പണത്തിലും ഐശ്വര്യത്തിലും വലിയ വർധനവാണ് വരാൻ പോകുന്നത്. ഒന്നിനും വഴിയില്ല എന്ന് കരുതിയിടത്തു നിന്ന് പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നു കിട്ടും. പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് ഏറ്റവും നല്ല സമയമാണിത്. ഭാഗ്യമുണ്ടെന്ന് കരുതി ജോലിസ്ഥലത്തോ ബിസിനസ്സിലോ ഒട്ടും അശ്രദ്ധ കാണിക്കരുത്. നിങ്ങളുടെ ചെറിയൊരു ശ്രദ്ധക്കുറവ് പരാജയത്തിന് കാരണമായേക്കാം. അതുകൊണ്ട് നല്ല ആത്മവിശ്വാസത്തോടെ ദൈവത്തെ വിളിച്ച് തീരുമാനങ്ങളെടുക്കുക. വിജയം ഉറപ്പാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ജൂൺ 6 മുതൽ വരാനിരിക്കുന്ന 12 മുതൽ
30 വർഷക്കാലത്തേക്ക് ഈ പറഞ്ഞ 7 നക്ഷത്രക്കാരുടെയും ജീവിതം മാറിമറിയാൻ പോവുകയാണ്. കഷ്ടപ്പാടുകളൊക്കെ ഒഴിഞ്ഞു മാറും. നല്ലത് മാത്രം സംഭവിക്കും. ഈശ്വരനെ മുറുകെ പിടിക്കുക. തിരുപ്പതി വെങ്കടാചലപതിയെ മനസ്സിൽ ധ്യാനിച്ച് ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോവുക. വഴിവിളക്കായി ഈശ്വരൻ നിങ്ങളുടെ കൂടെയുണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സ്വപ്നങ്ങളും പ്രതീക്ഷകളും സഫലമാകട്ടെ എന്ന് എൻ്റെ ഉപാസനാമൂർത്തിയോട് ഞാൻ ഭക്തിപൂർവം പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും, ഉറപ്പാണ്. വീഡിയോ ഇഷ്ടമായാൽ ദയവായി ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്.